ഹായ്. അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിന്റെ അടുത്ത ഒരു പടം വന്നിരിക്കുകയാണ്, ഓഷാന. ഓഷാന ഒരു മുഴുനീള ലവ് സ്റ്റോറിയാണ് കേട്ടോ. ഈ പടം ഏകദേശം 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു 4-5 ലവ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഈ പടത്തില്. മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ചമ്പട്ടത്തിന് വിടുന്ന 2 കഥാപാത്രങ്ങളും അതിലൊരാള് എന്താ പറയാ, പ്രണയം സക്സസ് ആവുകയും ഒരാളുടെ പ്രണയം ഫ്ലോപ്പ് ആവുകയും അദ്ദേഹം അച്ഛനായി തന്നെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് ലവ് സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ ബാലാജി, വർഷ, പിന്നെ നമ്മുടെ സാബുവിന്റെ ഒക്കെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അൽത്താഫ്, എനിക്ക് തോന്നുന്നു ഹാഫ് ടൈമിന് ശേഷം പിന്നെ അങ്ങോട്ട് ഫുൾ ടൈം അൽത്താഫ് ഉണ്ട്. അൽത്താഫും ഈ ബാലാജി ഒക്കെയാണ് ഈ പടത്തില് മുഴുനീളമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഹാഫ് ടൈം വരെ പടം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഈ നായകന്റെ ഒരു ലവ് സ്റ്റോറി പറയുന്നുണ്ട്. അതിലിടക്ക് നായകൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോ അദ്ദേഹത്തിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ലവ് സ്റ്റോറി പറയുന്നുണ്ട്. അദ്ദേഹം ചെറുപ്പത്തിലൊരു കോളേജിലൊരു ചായക്കടക്കാരനൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്ന ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ ചായയുടെ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഇയാള് ഒന്നും പറയാണ്ട് പോവുകയും ആ പെണ്ണ് പിന്നീട് എങ്ങോട്ടോ പോയി. പിന്നെ ആ പെണ്ണിന്റെ പിന്നീടുള്ള ഒരു കോണ്ടാക്ട് കാരണം കൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എന്നിട്ട് അവർ രണ്ടാൾ കഥ പറയുന്നത്. അപ്പോ ആ ഒരു കഥയ്ക്ക് ശേഷം ഓഹോ, ഈ കഥ ഇങ്ങനെയാണെങ്കിൽ ഇതിലും വലിയൊരു കഥ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലാജി ഫൈറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പൊ ബാലാജിയുടെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം ഒരു +1 +2 പഠിക്കുന്ന സമയത്ത് ഒരു ലവ് ഉണ്ടാവുന്നുണ്ട്. ആ ലവ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. അങ്ങനെ ആ ലവ് ഫ്ലോപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിന്നും ഒരു പെങ്കൊച്ചിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ പെങ്കൊച്ചും ഈ പറഞ്ഞ പോലെ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം ആ പ്രണയവും ഫ്ലോപ്പായി പോകുന്നുണ്ട്, അതായത് തേച്ച് പോകുന്നുണ്ട്. അങ്ങനെ 2-3 പ്രണയങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മൂപ്പരാള് അച്ചമ്പട്ടത്തിന് പോകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അതിന് മുന്നേ വേറൊരു പെൺകുച്ചിനെ കണ്ടുപിട്ടുണ്ടാവും. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനാണ് നമ്മുടെ അൽത്താഫ് എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്. അങ്ങനെ ഇതിലിടയ്ക്ക് ഒരു ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഈ കോളേജ് പഠിക്കുന്ന സമയത്തുള്ള ആ ഒരു പ്രശ്നങ്ങളില് ചെറിയൊരു ഫൈറ്റ് വരുന്നുണ്ട്. അതിലിടയ്ക്ക് ഇവന്റെ അച്ഛന്റെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു കൂട്ടുകെട്ടിലാണ് നമ്മുടെ സാബും പിന്നെ വേറൊരു ക്യാരക്ടറോട് ഉണ്ട്. അങ്ങനെ അവരുടെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ശ്രമമായിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാഫ് ടൈം വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ 2-3 പാട്ടുകൾ കുത്തി നിറച്ചിട്ട് ഒരു ഹാഫ് ടൈം ആക്കി. അത് കഴിഞ്ഞിട്ട് ഹാഫ് ടൈമിന് ശേഷം ലാസ്റ്റ് കണ്ടെത്തുന്ന ആ പെങ്കൊച്ച് കന്യാസ്ത്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് മഠത്തിലോട്ട് ചേരാൻ വരുന്ന ഒരു പെങ്കൊച്ചായിരുന്നു. ഇവനാണെങ്കിൽ അച്ചമ്പട്ടത്തിന് പഠിക്കാൻ വരുന്നത്. അങ്ങനെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് കൈമാറുമ്പോൾ ഇത് രണ്ടും നമുക്ക് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമയമാണ്. അങ്ങനെ ഇതിലിടയ്ക്ക് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട് കേട്ടോ. ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ല, അച്ഛനായിട്ടാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോ ഇവര് ട്രെയിനിലുള്ള സമയത്തും ഈ ധ്യാൻ ശ്രീനിവാസനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ ഈ നായകനെ മൂപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പെങ്കച്ചിനെ കൈവിടാൻ നിൽക്കരുത്, കൈവിട്ട് കഴിഞ്ഞാൽ ഫ്ലോപ്പായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പിച്ചു കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ഫ്ലോപ്പായിട്ട് വരുന്നു. അതൊരു സൈഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ധ്യാൻ ശ്രീനിവാസനാണ് ഇവരെ പള്ളിയിലെ അച്ഛനായിട്ട് വരുന്നതും ഇവരെ പഠിപ്പിക്കാൻ വരുന്നതും. അങ്ങനെ മൂപ്പര് ഫസ്റ്റ് ടൈം വന്നപ്പോൾ മൂപ്പരുടെ ഒരു പ്രണയകഥ, ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡ്യൂസ് ഒരു പ്രണയകഥയൊക്കെയാണ് കേട്ടോ. അതൊരു ഭയങ്കര ഒരു ഫ്ലോപ്പ് പ്രണയകഥയാണ്. അപ്പൊ ആ പ്രണയകഥയിലെ നായിക മരിച്ചൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് മൂപ്പരാള് എന്താ പറയാ, ഡിപ്രഷനൊക്കെ എടുത്തിട്ടൊക്കെയാണ് പള്ളിയിലച്ഛനായിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഈ പ്രണയത്തെ കുറിച്ച് ധ്യാൻ ശ്രീനിവാസൻ അറിയുന്നു. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ആദ്യം ഇവരെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവര് മാറുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഈ ധ്യാൻ ശ്രീനിവാസന്റെ മുൻകൈയിൽ തന്നെ ഇവരുടെ പ്രണയം സക്സസ് ആക്കി എടുത്ത് ഈ പടത്തിനെ ഒരു ലവ് സ്റ്റോറിയുടെ എൻഡിങ്ങിലോട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള ഒരു പടമായിട്ടാണ് ഓഷാൻ എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ ഈ പടം എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ല തെറ്റാണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഓഷാൻ ഒന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.